ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ മുട്ടക്കറിയായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടിട്ട് വരാവേ. 2 സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട നമ്മൾ പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിക്കുക. ആ പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ 2 സവാള എരിഞ്ഞത് ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുക കേട്ടോ. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അതും കൂടി ആ എണ്ണയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ തന്നെ ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ മുളക് പൊടിയുടെ ആ കുത്തുന്ന മണവും ചൊവ്വയൊക്കെ പോകുന്നത് വരെ ഒന്ന് ആ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മളിനി ചേർക്കാൻ പോകുന്നത് 2 തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 2 തക്കാളി നമ്മൾ മിക്സിയിൽ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചതാണ് എടുത്തേക്കുന്നത്. അതുകൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ തക്കാളിയുടെ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറുന്നത് വരെ എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇത്തിരി ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാലയിൽ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഇച്ചിരി വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചാറ് എത്രയാണോ നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ മുട്ടയിലൊന്നും വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാറ് തിളയൊക്കെ വന്നിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ മുട്ടയും കൂടെ വെച്ചിട്ട് 2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.